മക്കളെ, ഇതൊരു ചക്ക കൊണ്ടൊരു ഇടിയപ്പമാണ്. പഴുത്ത ചക്ക കൊണ്ട് ഇടിയപ്പം തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ ചക്ക കഴിക്കാത്ത കുട്ടികൾ കുറച്ചെങ്കിലും കാണുമല്ലോ. അപ്പോൾ അവരെ കഴിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇടിയപ്പം കഴിക്കാത്ത കുട്ടികളെ ഒക്കെ കഴിപ്പിക്കാൻ വേണ്ടി നമുക്ക് പഴുത്ത ചക്ക കൊണ്ട് ഇതേ രീതിയിലൊരു ഇടിയപ്പം തയ്യാറാക്കാം. അതുപോലെ കഴിക്കാത്ത ഒരാളാണ് പാറുവിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിനായിട്ടാണ് ഇത്രയും ഒരു ചക്ക കിട്ടിയായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗം ഞാനെടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് അങ്ങ് ചന്ദനം പോലെ അങ്ങ് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ. വെള്ളം വേണം കുറച്ച് ചേർത്ത് കൊടുക്കാം, വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ 200 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചു, ഉപ്പിട്ട വെള്ളം തിളച്ചു, അതിലേക്ക് നമ്മൾ ആ പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അരച്ച് ഫൈൻ പേസ്റ്റ് ആക്കിയിരിക്കുന്ന നമ്മുടെ ആ ചക്കയും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് മിക്സിയും കൂടെ കഴുകി ഒന്ന് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഈ ചക്കയും ഈ അരിമാവും കൂടെ നന്നായിട്ട് കുഴച്ച് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇഡ്ഡലി കൂട്ടകത്തിൻ്റെ തട്ടിൽ സാധാരണ ചെയ്യുന്ന പോലെ തേങ്ങയും ഇട്ട് നമ്മുടെ സേവനാഴി എന്ന് പറയുന്നത് ഇടിയപ്പ കാരെന്നോ നമ്മൾ സേവനാഴിയാണ് പറയുന്നത്, ഇടിയപ്പം ഉണ്ടാക്കുന്നതിനകത്താണ്. ഇതിനകത്തിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ചുറ്റിച്ചു കൊടുക്കും. ഞാൻ ഓർത്തത് പൊടിഞ്ഞാണ് വീഴുന്നത് കേട്ടോ. പെർഫെക്റ്റ് ആവുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെങ്കിൽ നല്ല സൂപ്പർ ഇടിയപ്പമായിട്ട് വന്നു കേട്ടോ. ഇച്ചിരി ലൂസായിപ്പോയി, അതുകൊണ്ടാണ് ഈ മുറിഞ്ഞ് വീഴുന്നത്. എന്തായാലും നല്ല ടേസ്റ്റി, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ എല്ലാം ഇതിനകത്ത് ചുറ്റിച്ച് വെച്ചിട്ട് ഇതിൻ്റെ പുറത്തൂടെ കുറച്ച് തേങ്ങ, നമ്മളിങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുന്ന കേട്ടോ, കുറച്ച് തേങ്ങ ഇട്ടുകൊണ്ട് നമ്മൾ ഇഡ്ഡലി കുട്ടകത്തിൽ നമ്മൾ പറയുന്നത്, ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ച് നമ്മളിത് വേവിച്ചെടുക്കുകയാണ്. അടച്ച് വെച്ച് നമുക്ക് കണ്ടില്ലേ, വെന്തു നല്ല സൂപ്പർ. കണ്ടില്ലേ ഇടിയപ്പം കണ്ടില്ലേ, നല്ല ഇടിയപ്പം, നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. എല്ലാ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു തട്ടിലേ ഉണ്ടാക്കിയുള്ളൂ, അത്രേ ഉള്ളായിരുന്നു കേട്ടോ. 5 ഇടിയപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. പാറു 2 എണ്ണം കഴിച്ചു, 3 എണ്ണം പിന്നെ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, 3 പേരുടെ കഴിച്ചു. കണ്ടില്ലേ മക്കളെ, എല്ലാവരും ഇതിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. പാറുവിന് കൊടുത്ത ചക്ക കഴിച്ചില്ല, അപ്പോൾ പാറു പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ ഈ ഇടിയപ്പം ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും ഇതേ രീതി ചെയ്ത് നോക്കുക കേട്ടോ മക്കളെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ പാറു അൽഫാമുമായിട്ട് കഴിക്കുകയാണ്. കണ്ടില്ല, ഇച്ചിരി ഞാനൊന്ന് എടുത്ത് നോക്കിയത്, ടിൻറ്റു മോന് കൊടുത്തു ഞാനത്. അൽഫാമിൻ്റെ ആളാണ് പാറു. കൊണ്ട് നമ്മളിവിടെ ചിക്കൻ മേടിക്കുക. അവൾ ഇടയ്ക്കിടയ്ക്ക് അൽഫാമും കുഴിമന്തിയൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമുക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല ഇറച്ചിയൊക്കെ കഴിക്കാൻ. അപ്പം ശരി മക്കളെ.